ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പൂജാ ഒരുക്കങ്ങളും പൂജയൊക്കെയാണ്. അപ്പോൾ അതിനായിട്ട് വേദൂട്ടി ബുക്കുകളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ കെറ്റിൽ കൊണ്ടുവന്നു അച്ഛൻ്റെ. അപ്പോൾ വൃതിമോള് നല്ല കളിയിലാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഷോപ്പിൽ പോയിട്ട് പേപ്പറൊക്കെ വിരിച്ച് നമ്മുടെ ഫോട്ടോ ഒക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് മാലയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ കടയിലത്തെ ഷോപ്പിലത്തെ ടൂൾസുകളെല്ലാം എടുത്ത് കുറി തൊട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വൃതിക്കുട്ടി അടുത്ത് വന്നിരിക്കുകയാണ്. ക്യാമറയൊക്കെ നോക്കി ഇടയ്ക്ക് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാത്തിലും കുറി തൊട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഓരോ സാധനത്തിൽ വെച്ച് കൊടുക്കുമ്പോൾ വൃതിക്കുട്ടി പറയുക, അമ്മ ഞാൻ ചെയ്തോട്ടെ, ഞാൻ ഇട്ട് കൊടുത്തോട്ടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാത്തിലും വെച്ച് കൊടുത്ത ശേഷം പിന്നെ സുമേഷേട്ടൻ കുറച്ച് സാധനങ്ങൾ സുമേഷേട്ടൻ തന്നെ കൊണ്ടുവച്ചു. പിന്നെ അതിന് ശേഷം ഞാൻ തുണിക്കടയിലത്തെ നമ്മുടെ ഷോപ്പിലത്തെ ക്യാഷ് ബുക്കും അതുപോലെ തന്നെ കത്രികയും കൂടെ പൂജിക്കാനായിട്ട് കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തൊട്ട് ഫ്രണ്ടിൽ വീട്ടിൽ അവിടെയും പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ അവരുടെ വാഹനങ്ങൾക്ക് പൂജിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുകളുണ്ട്. അവിടെ നന്നായിട്ട് പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് നല്ല ലൈറ്റ് അറേഞ്ച്മെൻ്റാണ്. പിന്നെ പൂജയ്ക്കുള്ള തുളസിയൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ 3 പേരും കൂടെ. വൃതിക്കുട്ടി നന്നായി സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കടയിലും എല്ലാവരുടെയും കുറി തൊട്ട് കൊടുത്തു. യാദവും നന്ദുവും എല്ലാവരും കൂടെ സെൽഫി എടുക്കണം. വൃതിക്കുട്ടി കടല കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ പ്രസാദത്തിൽ ഒരു ഐറ്റമാണത്, കടലപ്പുഴുക്കാണ് കേട്ടോ. അപ്പോൾ ബുക്കൊക്കെ കുറി തൊട്ട് കൊടുത്തു ഉണങ്ങാനായി വെച്ചിരിക്കുകയാണ്. ഇവിടെ സെൽഫി എടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ. അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞ വീട്ടിൽ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നമ്മുടെ വലിയമ്മ, ഏട്ടന്മാർ, ചേച്ചി, അമ്മ, അച്ഛൻ എല്ലാവരും വന്നിട്ടുണ്ട്. അച്ഛൻ പൂജ തുടങ്ങുകയാണ് കേട്ടോ. പൂജയൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്കിനി പ്രസാദം കഴിക്കാൻ. പ്രസാദം ഉണ്ടാക്കിയ ശേഷം കഴിക്കാൻ. അങ്ങനെ പൂജ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരായി പ്രാർത്ഥിച്ച് ആദ്യം തന്നെ നമ്മുടെ വേദൂട്ടിയാണ് പൂജ ചെയ്യുന്നത്. ആദ്യം അച്ഛൻ ചെയ്ത ശേഷം പിന്നെ വേദൂട്ടിയാണ്. ഇനി നാളെ തന്നെ ബുക്ക് എടുക്കും കേട്ടോ. നാളെ രാവിലെ തന്നെ ബുക്ക് എടുക്കും. രാവിലെ ഇതുപോലെ ചെറുതായിട്ടൊരു പൂജ കഴിഞ്ഞ ശേഷം നമ്മുടെ ബുക്ക് എടുക്കും. അപ്പോൾ വേദൂട്ടി പൂജ ചെയ്യാൻ പോകണം. അപ്പോൾ വേദൂട്ടി ചോദിക്കുകയാണ്, ഞാൻ പൂജ ചെയ്യുമ്പോൾ എനിക്ക് ചിരി വരുമോ അമ്മ എന്നൊക്കെ ചോദിക്കുകയാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്ത്. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് പൂജ കഴിഞ്ഞ ശേഷം നമുക്ക് പ്രസാദം കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അമ്മ എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വൃതിക്കുട്ടിയാണെങ്കിൽ ഇടയിൽ വെച്ച് ഒരു കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അവൾക്ക് വലിയച്ഛനെ പേടിയാണ്. അപ്പോൾ വലിയച്ഛനെ കണ്ടതിൻ്റെ ഒരു സങ്കടമാണ്. പിന്നെ അതിന് ശേഷം വേദൂട്ടി പ്രാർത്ഥിക്കാനായിട്ട് പോയിരിക്കുകയാണ്. പൂജ ചെയ്യാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേദൂട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു, ഇങ്ങനെ ചെയ്യൂ വേദൂട്ടി എന്ന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. വേദൂട്ടി ഇടയിൽ കൂടെ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. അങ്ങനെ വേദു പൂജ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ യാതു പൂജ ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാവരും പൂജ ചെയ്യണമെന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ നേരെ പ്രസാദം ഉണ്ടാക്കാനായിട്ട് പ്രസാദം സെറ്റാക്കാൻ പോവുകയാണ്. നമ്മളവിടെ എടുത്തിട്ടുള്ളത് പൊരി, ഞാൻ നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, പൊരി കടല, വെല്ലം, പഴം, അവിൽ, അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ പഴം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മ. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ തൊട്ട വീടുകളിലൊക്കെ കുറച്ച് കൊണ്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ പഴമൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. വെല്ലം നന്നായി പൊടിച്ചിട്ട് വേണം ഇടാൻ കേട്ടോ. നല്ല ടേസ്റ്റാണിത്, എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ. അപ്പോൾ ഇടയിൽ കൂടെ സുമേഷേട്ടൻ വന്ന് ഫോട്ടോ എടുക്കാൻ വരുന്നുണ്ട്. കട്ട് ചെയ്യുമ്പോൾ ഇടയിൽ കൂടെ ഫോണും കൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. നല്ല ബഹളമാണ് അവിടെ. തൊട്ട വീട്ടിൽ പൂജ നടന്നുകൊണ്ടിരിക്കുകയെന്ന് ഞാൻ പറഞ്ഞല്ലോ. നല്ല പാട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് നാളെ ഒരു
ഒരു അമ്പലത്തിൽ വൃതി മോളിനെ നമുക്ക് എഴുത്തിനിരുത്തണം. അപ്പോൾ നാളെ അതിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാളെ രാവിലെ ഏകദേശം ഒരു 9 മണി 9:30ക്ക് മുൻപായിട്ട് നമുക്ക് നാളെ നേരത്തെ എണീറ്റ് പോകണം. എല്ലാവരും കൂടി പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം എല്ലാവരും ഓരോ കഷ്ണം പേപ്പറിലാണ് പ്രസാദം കഴിക്കുന്നത്. അങ്ങനെ നമ്മുടെ പ്രസാദം റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പ്രസാദം. കടല, അവിയൽ, പൊരി അങ്ങനെ എല്ലാം ഇട്ടിട്ട് എല്ലാവരും കൂടെ കഴിച്ചു. അങ്ങനെ എല്ലാവരും കൂടി കഴിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. വിനീതേട്ടൻ പുറകിൽ പോയിരുന്ന് കഴിക്കണം. കാരണം വൃദ്ധി കണ്ട കരയും വലിച്ചിന് പേടിച്ചിട്ട്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ, താങ്ക് യു.